ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം സീരിയലിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പിങ്കി ആസ്വദിച്ച് പൊറോട്ടയും ബീഫും കഴിക്കാന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താ നന്ദ വരുന്നത്. എന്ത് ചെയ്യാനാ, ചിറ്റയെ പിടിച്ച് അവിടെ ഇരുത്തി. അവസാനം ആ ഇഷ്ടമില്ലാണ്ട് നമ്മുടെ ചിറ്റ പൊറോട്ടയും ബീഫും കഴിക്കേണ്ട അവസ്ഥയും വന്നു. പിങ്കിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല. അങ്ങനെ വളരെ സങ്കടത്തിൽ പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നന്ദയാണെങ്കിലോ, ദേ ക്യാരറ്റ് നല്ലതാ, കഴിച്ചോ, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ക്യാരറ്റ് കൊടുത്തിട്ട് പോകുമ്പോൾ പിങ്കിക്കാണെങ്കിലോ നമ്മുടെ നന്ദയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഇന്ത്യവരം തറവാട്ടിലേക്ക് വരുന്ന സജയനെയും അതുപോലെ ആ പവിത്രയുടെ അച്ഛനെയും ഒക്കെയാണ്. അപ്പോൾ പവിത്രയുടെ അച്ഛനും പുള്ളിക്കാരനും കൂടി അവിടെ വന്നിരുന്നു. വല്യമ്മയും മോഹിനിയും കൂടി നിങ്ങൾ എന്താ വന്നത്, ഇതാരാ മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഇത് എൻ്റെ അനന്തരവനാണ്, അവന് ചില കാര്യങ്ങൾ നിങ്ങളെ കണ്ടു പറയാനുണ്ടെന്ന് പറയുക. സജയനാണെങ്കിലോ, എൻ്റെ പേര് സജയൻ എന്നാ, ഞാൻ കുറേ നാൾ ദുബായിലായിരുന്നു. ഈ ഇന്ത്യവരത്തെ തകർക്കാൻ കഴിയുന്ന അത്രയും വലിയൊരു രഹസ്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഓ രഹസ്യം, മോഹിനി കേട്ടില്ലേ, രഹസ്യം. ആ രഹസ്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. നീ ഈ ഇന്ത്യവരത്തെ തകർക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം നീ കാര്യം പറയും. ഇന്ത്യവരത്തിലുള്ളവർ തകരുവോ അല്ലെങ്കിൽ നീ തകരുവോ, നീ നിന്റെ അമ്മാവനും കൂടി ഇവിടുന്ന് ഓടുവോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. അരുന്ധതിക്കും അതുപോലെ തന്നെ മോഹിനിക്കും കേൾക്കാൻ വേണ്ടിയിട്ട് ഇവൻ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും അങ്ങോട്ടേക്ക് അരുണും പവിത്രയും കൂടി വരികയാണ്. അപ്പം അവർ വന്ന പാടെ തന്നെ ഇപ്പം ഇവരും കൂടി വന്നല്ലോ, ഇനി ധൈര്യമായിട്ട് പറഞ്ഞോ, എന്താ സജയന് ഞങ്ങളെ ഞെട്ടിക്കാൻ തക്ക വിധത്തിലുള്ള എന്ത് രഹസ്യ സജയന് പറയാനുള്ളത്, എളുപ്പമെന്ന് പറഞ്ഞു. കേൾക്കാനേ കൊതിയായി. വല്യമ്മ ഇതൊക്കെ പറയുന്ന സമയത്ത് സജയൻ പറഞ്ഞു, അതെ ഞാൻ ആദ്യമായിട്ട് ഒരേ ഒരു പെണ്ണിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുള്ളൂ. ആ നിൽക്കുന്ന പെണ്ണ് എൻ്റെ ഭാര്യ പവിത്രയാണെന്ന് പറഞ്ഞു. നീ ഇത് പറയുമെന്നും നീ ഇവിടെ വന്നിട്ട് പവിത്രയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമെന്നും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത് മുഴുവനും അരുൺ എന്നോട് നേരത്തെ പറഞ്ഞു. എഴുന്നേക്കടാന്നും പറഞ്ഞ് ആ സജയനെ കൊടയാണ് നമ്മുടെ വല്യമ്മ. സജയനാണെങ്കിലോ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്, സംശയം ഉണ്ടെങ്കിലേ നിങ്ങളിതേ എൻ്റെ അമ്മാവൻ്റെ അടുത്ത് ചോദിക്ക്. ഇവളുടെ അച്ഛനാ എൻ്റെ അമ്മാവൻ. ഞാൻ വിവാഹം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയ സമയത്ത് ഇവള് എൻ്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ. എന്തായാലും ഞാൻ തിരിച്ചെത്തിയല്ലോ, ഇനി ഇവളുടെ പരിപാടികളൊന്നും നടക്കില്ല, എനിക്ക് എൻ്റെ ഭാര്യയെ വേണമെന്നും പറഞ്ഞ് സജയൻ വാശി പിടിക്കാൻ തുടങ്ങി. ഈ സമയം വല്യമ്മയ്ക്ക് കലി വന്നു. വല്യമ്മയും മോഹിനിയും കൂടി ഇനി ഒരു മിനിറ്റ് കൂടി ഇവിടെ നിന്ന് ഈ വിധത്തിലുള്ള വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കാരണം പുകച്ചു വിടുമെന്ന് പറഞ്ഞു. ഈ സമയം അവൻ സജയൻ പേടിച്ച് വരണ്ട്. അച്ഛനെയും അമ്മാവനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ അമ്മാവൻ പറഞ്ഞു, നിക്കട മോനെ, അവിടെ നിൽക്ക്, ചില കാര്യങ്ങൾ ഇവരെ ബോധ്യപ്പെടുത്താനുണ്ട്. അങ്ങനെ നമ്മുടെ പവിത്രയുടെയും അതുപോലെ സജയന്റെയും വിവാഹം നടന്നപ്പോൾ എടുത്ത ഫോട്ടോ, ആ ഫോട്ടോ എടുത്ത് അരുന്ധതി വല്യമ്മയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ഇത് കാണുന്ന സമയമാണെങ്കിലോ വല്യമ്മ ഒന്നും ഞെട്ടി. അതിനുശേഷം നമ്മുടെ അരുണിനെയും പവിത്രയെയും ഒക്കെ നോക്കി. ഇത് കണ്ടോ മോഹിനി, ഇവർ കൊണ്ടുവന്ന തെളിവ് കണ്ടോ, ഇവർ പറഞ്ഞതൊക്കെ സത്യവാടി, ഈ പവിത്ര നമ്മളെ ചതിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വല്യമ്മ അങ്ങ് അലമ്പാൻ തുടങ്ങി. വല്യമ്മയുടെ മുന്നിൽ പവിത്ര പേടിച്ച് വരണ്ട് നിൽക്കുന്ന സമയത്ത്, അരുണെ നീ ഇത് കണ്ടോ, ഇവനും അതുപോലെ ഇവളും തമ്മിൽ നേരത്തെ വിവാഹം കഴിഞ്ഞതാണെന്ന്, നിനക്കിത് വല്ലതും അറിയായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം അരുണാണെങ്കിൽ, വല്യമ്മ എനിക്ക് അറിയായിരുന്നു, ഇവൾ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു, പക്ഷേ ഇയാൾ പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ. എന്തായാലും വല്യമ്മ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിശ്വസിക്കാൻ പറഞ്ഞ് അരുൺ പരമാവധി വല്യമ്മയുടെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും വല്യമ്മയ്ക്ക് ദേഷ്യം വരിക. കണ്ടില്ലേ, എനിക്ക് എൻ്റെ ഭാര്യയെ തിരികെ കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ നിയമപരമായിട്ട് നീങ്ങിയാൽ ഈ ഇന്ത്യവരം തറവാട്ടിൽ മൊത്തത്തിൽ നാണക്കേടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കൊടിമൂത്ത തറവാട്ടുകാരായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അബദ്ധം പറ്റിയെന്ന് 10 പേരറിഞ്ഞാൽ നാണക്കേടല്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയെ എൻ്റെ പക്കലേക്ക് വിടണമെന്ന് പറഞ്ഞു അവൻ അവിടുന്ന് പോവുക. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഗൗതത്തിന്റെ അടുത്തേക്ക് 2 പോലീസുകാർ വരിക. അവര് വന്ന പാടെ തന്നെ ഗൗതത്തിനോട് പറഞ്ഞു, അതെ ഗൗതം സാർ, ചില ആൾക്കാർ ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഒരു ബാറിലിരുന്ന് ചില ചീട്ടുകളികളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. അതിലൊരുത്തൻ അവനെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തുവാടോ ഇത്, ചെറിയ ചെറിയ കേസുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റേഷനിൽ വെച്ച് തീർത്താൽ പോരെ, അതൊക്കെ എന്തിനാണോ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതെന്നും പറഞ്ഞ് ഗൗതം ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ, സാറേ അത് സാർ അറിയണം,
തലപ്പത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാ ഇതിൽ പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നു. ആ സമയത്താണെങ്കിലും അയാൾ ഗൗതത്തിനോട് പറഞ്ഞു, ഞാനേ സ്വന്തം ഇഷ്ടത്തിന് ചീട്ട് കളിച്ചതൊന്നുമല്ല. പല കേസുകളും അന്വേഷണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ചില രഹസ്യങ്ങൾ, ചില മാഫിയകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു വേഷം കെട്ടി അവിടെ പോയി നിൽക്കുന്നത്. എന്തായാലും സാറിന് എന്നെ വിശ്വാസമാകാൻ വേണ്ടിയിട്ട് സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. സാറിൻ്റെ വീട്ടിൽ സജയൻ എന്ന് പേരുള്ള ഒരാൾ വരികയും ചെയ്തിട്ടുണ്ട്. അയാൾ വന്നിട്ട് പവിത്രയെക്കുറിച്ചും അയാളെക്കുറിച്ചിട്ടുമുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ വീട്ടുകാരെ അറിയിച്ചിട്ടുമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ സാറ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സാറിന് കാര്യങ്ങൾ മനസ്സിലാകും. പക്ഷേ ഈ സജയൻ എന്ന് പറയുന്നവൻ ദുബായിലുള്ള മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ട ഒരുത്തനാണെന്ന് പറയുക. ഇത് കേട്ടതും നമ്മുടെ ഗൗതത്തിന് ആ പോലീസുകാരന് വിശ്വാസമായി. അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. പിന്നീടാണെങ്കിലോ അങ്ങനെ ഗൗതം വീട്ടിലേക്ക് വരിക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഇന്ത്യ വരത്തിൽ മൊത്തത്തിൽ വിചാരണ തുടങ്ങി. വല്യമ്മയുടെയും ലക്ഷ്മിയുടെയും അതുപോലെ നമ്മുടെ ഗൗതത്തിൻ്റെ അച്ഛൻ്റെയും ഒക്കെ മുന്നിൽ പവിത്ര ഒരു തെറ്റുകാരിയായിട്ട് നിൽക്കുക. പവിത്ര പറയുന്ന കാര്യങ്ങളൊന്നും ഇവരാരും കേൾക്കാനേ കൂട്ടാക്കുന്നില്ല. പവിത്ര വളരെ സങ്കടത്തോടു കൂടി, അരുണേട്ട ഒന്ന് പറ അരുണേട്ട, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഈ വല്യമ്മയും അമ്മയും ഒന്നും ഇപ്പം എന്നെ വിശ്വസിക്കുന്നില്ല. ഡി കള്ളി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എൻ്റെ മകനെ അവനെ ചതിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് മോഹിനി ഇങ്ങോട്ട് കലിതുള്ളി വന്നു. പവിത്രയുടെ കരണക്കുറ്റി നോക്കി മോഹിനി ഒരു അടിയും കൊടുത്തു. ഈ സമയം ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദ വന്നു. നന്ദ വന്നിട്ട് പവിത്രയ്ക്കും അരുണിനും എന്താ പറയാനുള്ളതെന്ന് അവര് പറയട്ടെ. അവർക്ക് പറയാനുള്ളത് അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്. എന്തായാലും അതൊക്കെ കേട്ടിട്ട് ഒരു തീരുമാനം എടുത്താൽ പോരെ. വല്യമ്മയും മോഹിനിയും കട്ടൊക്കെ നിൽക്കുക. പവിത്ര ഈ വീട്ടിൽ നിന്ന് പോവാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. പവിത്ര എത്രയും പെട്ടെന്ന് പവിത്രയുടെ അച്ഛൻ്റെ ഒപ്പം തിരികെ പോകണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പവിത്രേ നിന്നെ ഇവിടെ വെച്ച് വാഴിക്കില്ല എന്നൊക്കെ വല്യമ്മയും മോഹിനിയും ഒരേപോലെ പറയുക. അരുണാണെങ്കിലോ എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമാണെന്നും പറഞ്ഞ് അരുൺ നിൽക്കുമ്പം എടാ നാണം കെട്ടവനെന്നും പറഞ്ഞ് മഹി ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നു. അതിനുശേഷം നമ്മുടെ ഗൗതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക. ഗൗതത്തിനൊക്കെ ഒരു തീരുമാനമേ ഉള്ളൂ. നീ അവൻ്റെ അനുജനല്ലേടാ, അവനെപ്പോലെ വളർത്തിയതല്ലേടാ നിന്നെയും. എന്നിട്ട് നീ ഈ ഇന്ത്യവരത്തിനെ മൊത്തം നാറ്റിക്കുന്ന പരിപാടിയാണല്ലോ ചെയ്തത്. നിനക്ക് ഇപ്പോഴും ഈ ഇവളുടെ തൊലിവെളുപ്പൊക്കെ കണ്ടിട്ട് അതിൽ മയങ്ങി മത്ത് പിടിച്ച് നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുക. ആ സമയം ദേഷ്യം വന്നിട്ട് നമ്മുടെ അരുൺ പവിത്രയും വിളിച്ചിട്ട് പോയി. പിന്നീടാണെങ്കിലോ ഗൗതവും അരുണും കൂടി സംസാരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നന്ദ വരിക. ഗൗതത്തിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഏട്ടാ പവിത്ര തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടാ, എനിക്ക് അവളെ പൂർണ്ണമായിട്ടും വിശ്വാസം. പിന്നെ വല്യമ്മയും അമ്മയും ഒക്കെ പറയുന്നത് പോലെ ഇനി ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഞാനും പവിത്രയും ഒപ്പമായിരിക്കും ഇറങ്ങുന്നത്. അല്ലാതെ എൻ്റെ പവിത്രയെ എനിക്കങ്ങനെ തനിച്ചാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതം നമ്മുടെ പവിത്രയെക്കുറിച്ച് വളരെ കാര്യത്തിൽ, ഗൗതമല്ല അരുൺ വളരെ കാര്യത്തിൽ നമ്മുടെ ഗൗതത്തിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോഴത്തേക്കിനും ഗൗതം ഒരു കാര്യം നമ്മുടെ അരുണിനെ ഓർമ്മിപ്പിച്ചു. എടാ നീ എന്തറിഞ്ഞിട്ടാ സജയൻ എന്ന് പറയുന്നവൻ ഈ നാട്ടിൽ വന്നിരിക്കുന്നത് പല ഗൂഢലക്ഷ്യങ്ങളും ഉള്ളി വെച്ചോണ്ടാ. അവനെ ദുബായിൽ മനുഷ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നവനാ. അവൻ ഇവിടുന്ന് പവിത്രയെ കൂട്ടിക്കൊണ്ടു പോയാൽ അവളുടെ അച്ഛൻ വിചാരിക്കുന്ന പോലെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനൊന്നും അല്ല. പകരം അവളെ അവിടെ കൊണ്ടുചെന്നിട്ട് ഏതെങ്കിലും ഒരു മാഫിയയ്ക്ക് വിൽക്കും. അത് തന്നെ അവൻ്റെ പരിപാടി. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരു ഒത്തുതീർപ്പാക്കണമെന്ന് അരുൺ പറയാണ്. അരുണിന് നല്ല ദേഷ്യമുണ്ട്. എൻ്റെ പവിത്രയെ എന്നെ നിന്ന് അകറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ ഏട്ടാ ഞാൻ ചിലപ്പോൾ അവനെ കൊല്ലാനും പോലും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അരുൺ വളരെ ഇമോഷണലായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ പക്വതയോടുകൂടി നമ്മുടെ നന്ദയും ഗൗതവും കൂടി ഈ കാര്യം ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുക. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ ഓക്കെ, താങ്ക്